നമസ്കാരം ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രവാചക സ്മരണയിൽ ഇന്ന് നബിദിനം. പുണ്യപ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ച് വിശ്വാസികൾ. മദ്രസകളിലും പള്ളികളിലും വിപുലമായ ആഘോഷ പരിപാടികൾ. പള്ളികളിൽ വയനാട് ദുരന്തബാധിതർക്കായി പ്രത്യേക പ്രാർത്ഥനകളും ആഘോഷത്തിന് മാറ്റുകൂട്ടി നബിദിന റാലികൾ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതി പിടിയിൽ. തൃശൂർ പറവട്ടാനി സ്വദേശി 38-കാരൻ വിനീതിനെയാണ് മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 14-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. വിദേശത്ത് തൊഴിൽ വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ്. പാലക്കാട് വടക്കഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ SLLP എന്ന സ്ഥാപനത്തിനെതിരെ പരാതിയുമായി തട്ടിപ്പിനിരയായവർ രംഗത്ത്. പരാതി നൽകിയിട്ടും പോലീസ് പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് പരാതിക്കാർ. തൃശൂർ അതിരപ്പിള്ളിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. അതിരപ്പിള്ളി കുളിരാന്തോട് പ്ലാന്റേഷൻ മേഖലയിൽ കാട്ടാന കാർ ആക്രമിച്ചു. കാറിന്റെ മുൻഭാഗം കാട്ടാന പൂർണ്ണമായും തകർത്തു. വടക്കാഞ്ചേരി പാർലിക്കാട് തെരുവുനായ ആക്രമണത്തിൽ വയോധികയ്ക്ക് പരിക്കേറ്റത് പാർലിക്കാട് വീട്ടിൽ 74 വയസ്സുള്ള ലക്ഷ്മിക്ക്. തൃശൂർ വടക്കാഞ്ചേരി അകമലയിൽ മധ്യവയസ്കനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹം കണ്ടെത്തിയത് അകമല റെയിൽവേ മേൽപ്പാലത്തിന് സമീപം. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വാർത്തകൾ വിശദമായി. വിദേശത്ത് തൊഴിൽ വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പരാതി. പാലക്കാട് വടക്കഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ SLLP എന്ന സ്ഥാപനത്തിനെതിരെയാണ് വ്യാപക പരാതി ഉയർന്നിരിക്കുന്നത്. തൊഴിൽ തട്ടിപ്പിനെതിരെ പരാതി നൽകിയെങ്കിലും പ്രതിയെ പോലീസ് സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് സാമ്പത്തിക തട്ടിപ്പിനിരയായവർ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പോളണ്ട്, UK, ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയ സ്ഥലങ്ങളിൽ വെയർഹൌസ് ജോലി വാഗ്ദാനം ചെയ്താണ് ഓരോ ആളുകളിൽ നിന്നും 3-4 ലക്ഷം രൂപ വെച്ച് തട്ടിയെടുത്തിരിക്കുന്നതെന്ന് പരാതിക്കാർ പറയുന്നു. വ്യാജ മെഡിക്കൽ പരിശോധന നടത്തിയും വ്യാജ ജോലി പെർമിറ്റും എയർ ടിക്കറ്റും കാണിച്ച് വിശ്വാസ്യത നേടിയാണ് സാമ്പത്തിക തട്ടിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ ഉടമ വടക്കഞ്ചേരി അഞ്ചുമൂർത്തി സ്വദേശി വിഷ്ണുരാജിനെതിരെ 2019 പോലീസിൽ പരാതി ഉണ്ടായിരുന്നെന്നും പരാതിക്കാർ പറയുന്നു. വിഷ്ണുരാജിന് കേരളത്തിനകത്തും പുറത്തുമുള്ള തട്ടിപ്പ് സംഘത്തിന്റെ സഹായവും ലഭിക്കുന്നുണ്ടെന്നും പാലക്കാട് SPക്കും വടക്കഞ്ചേരി പോലീസിലും പരാതി നൽകിയെങ്കിലും പോലീസ് FIR പോലും രജിസ്റ്റർ ചെയ്തില്ല. പോലീസ് ഇടപെട്ട് വിഷ്ണുരാജ് നൽകിയ ചെക്കുകൾ പണമില്ലാതെ മടങ്ങി. വിഷ്ണുരാജിന്റെ തട്ടിപ്പിൽ നിരവധി പേർ വിദേശത്ത് നരകയാതന അനുഭവിക്കുന്നുണ്ടെന്നും തട്ടിപ്പിനിരയായവർ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അവന് പല രാഷ്ട്രീയക്കാരുമായിട്ടും പൊളിറ്റിക്കലുമായിട്ടും പോലീസുമായിട്ടുള്ള ഇതിൽ ഞാൻ പറയുന്നില്ല. ഇതിനകത്ത് ഒരു ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇവൻ കുറച്ച് പൊളിറ്റിക്സിനെയും അതുപോലെ ഡിപ്പാർട്ട്മെന്റ് കുറച്ച് ആളുകളെ വെച്ചിട്ടാണ് ഈ കേസ് ഇവൻ തലയിൽ നീക്കിക്കൊണ്ട് പോകുന്നത്. അന്ന് 2019 പിടിക്കപ്പെട്ടിരുന്നത്. അന്ന് ഇതിനെപ്പറ്റി ഒന്ന് ശാശ്വത അന്വേഷിക്കും. കാരണം തായ്ലാൻഡിൽ പോയിട്ടാണ് ഈ പരിപാടി മുഴുവൻ കാണിച്ചത്. അവന്റെ കുടുംബക്കാരിൽ നിന്നൊക്കെ പൈസ മേടിച്ചത്. ഒരാളുടെ ഇൻഡിവിജ്വൽ ആയിട്ട് 19 ആണെങ്കിൽ ബാക്കിയുള്ള എങ്ങനെയാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അവരെപ്പോൾ തിരിച്ച് നാട്ടിൽ വന്നിട്ട് അവർക്ക് ആർക്കും വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിലെന്നാണ് ഈ കൂട്ടുകാരൻ പറഞ്ഞത്. വാർത്താ സമ്മേളനത്തിൽ എലപ്പുള്ളി എരട്ടിയാൽ സ്വദേശിനി M. ഷൈജല, കോട്ടയം സ്വദേശികളായ രേഷ്മ രവി, ജെയ്മോൻ, ജോസഫ് ചാക്കോ, തൃശൂർ സ്വദേശികളായ സുജീഷ്, KS സനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. 2024 എന്റെ പേപ്പറെല്ലാം ഓക്കെ ആയി. പേയ്മെന്റ് ഇപ്പൊ കിട്ടും, നാളെ രേഷ്മ പോവുകയാണ് എന്നുള്ള രീതി പറഞ്ഞ് അവിടുന്ന് ഒരു 500 യൂറോ വേണമെന്ന് പറഞ്ഞിട്ട് 45,000 രൂപ നിന്ന് നിൽക്കലാതെ എന്നെ കൊണ്ട് അടപ്പിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് പേപ്പർ, അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പൈസ അടയ്ക്കാം, പക്ഷെ നിങ്ങൾ വന്നിരിക്കുന്ന എൻ്റെ പെർമിറ്റും കോൺട്രാക്റ്റും എല്ലാം എന്നെ കാണിക്കൂ. അത് അയച്ചു തരുന്നില്ല. എൻ്റെ സർട്ടിഫിക്കറ്റ് സഹിതം അവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. ഇതുവരെ എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, പാസ്പോർട്ടും കിട്ടിയിട്ടില്ല, ഒന്നുമില്ല. പാസ്പോർട്ട് സർട്ടിഫിക്കറ്റ് എല്ലാം വിഷ്ണുവിൻ്റെ അടുത്താണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളം വടുതല വട്ടമ്പാടത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. പെരുമ്പടപ്പ് സ്വദേശി 44 വയസ്സുള്ള നിസാർ, പുന്നയൂർക്കുളം നാക്കോല സ്വദേശി 34 വയസ്സുള്ള ഷെഫീഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി വൈകിയായിരുന്നു അപകടം. വട്ടമ്പാടം ഭാഗത്ത് നിന്ന് കൊച്ചന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ കാലിനുൾപ്പെടെ പരിക്കേറ്റ 2 പേരെയും പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് ആംബുലൻസ് പ്രവർത്തകർ ആദ്യം കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് പരിക്കേറ്റവരിൽ ഒരാളെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിൽ 2 ബൈക്കുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുളപ്പള്ളി നിബ്രാസുൽ ഇസ്ലാം സംഘം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന ആഘോഷത്തിന്റെ ഭാഗമായി നബിദിന റാലി നടത്തി.
റാലിക്ക് മഹല്ല് ഭാരവാഹികളായ TM യൂസഫ് ഹാജി, TK ബഷീർ, മഹല്ല് ഖത്തീബ് മുസ്തഫ ഫൈസി, മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ തൗഫീഖ് സക്കാഫി, PT നാസർ, CK മുഹമ്മദ്, T അഷറഫ് അലി, മുസ്തഫ, താഹിർ, അബ്ദുൾ റഹ്മാൻ, സലാം KP തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതി പിടിയിൽ. തൃശൂർ പറവട്ടാനി സ്വദേശി അരക്കാലംകുടി വീട്ടിൽ 38 വയസ്സുള്ള വിനീതിനെയാണ് മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 14-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പെൺകുട്ടിയുടെ പിതാവിന്റെ വീട്ടിലെത്തിയാണ് പ്രതി ലൈംഗിക അതിക്രമം നടത്തിയത്. സംഭവമറിഞ്ഞ വീട്ടുകാർ മണ്ണുത്തി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പരാതിയിൽ അന്വേഷണം നടത്തിയ മണ്ണുത്തി പോലീസ് പ്രതിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ പറവട്ടാനിയിൽ പിടികൂടുകയായിരുന്നു. മണ്ണുത്തി സബ് ഇൻസ്പെക്ടർ ബൈജുവും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ അതിരപ്പിള്ളിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. കാലടി പ്ലാന്റേഷന്റെ കുളിരാംതോട് മേഖലയിലൂടെ സഞ്ചരിച്ചിരുന്ന കാറാണ് കാട്ടാന ആക്രമിച്ചത്. കാറിന്റെ മുൻഭാഗം ആന പൂർണ്ണമായി തകർത്തു. ആക്രമണത്തിനിടയിൽ യാത്രക്കാർ ഇറങ്ങിയോടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഞായറാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. കാലടി പ്ലാന്റേഷന്റെ കല്ലാല എസ്റ്റേറ്റിൽ കുളിരാംതോട് ഭാഗത്തു വെച്ചായിരുന്നു ആക്രമണം. ആനയെ കണ്ട് യാത്രക്കാർ വാഹനം നിർത്തുകയായിരുന്നു. ഇതിനിടെ ആന കാറിനു നേരെ ആക്രമണം അഴിച്ചുവിട്ടു. ഇതോടെ കാർ മുൻപോട്ടെടുത്ത ശേഷം കാറിൽ നിന്നും യാത്രക്കാർ ഇറങ്ങിയോടി രക്ഷപ്പെടുകയായിരുന്നു. ജോയ്, ബേസിൽ, ജോസ് എന്നീ 3 പേരാണ് കാറിലുണ്ടായിരുന്നത്. അവസരോചിതമായി കാറിൽ നിന്നും ഇറങ്ങിയോടിയതിനാൽ 3 പേരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കാറിന്റെ മുൻവശം പൂർണ്ണമായും കാട്ടാന തകർത്തിട്ടുണ്ട്. ഈ സംഭവം നടന്ന സ്ഥലത്തിന് സമീപത്താണ് കഴിഞ്ഞ ആഴ്ച സ്കൂട്ടറിൽ പോകുകയായിരുന്ന ദമ്പതികളെ കാട്ടാന ആക്രമിച്ചത്. അന്നും സമാന രീതിയിൽ ദമ്പതികൾ സ്കൂട്ടർ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരി അകമലയിൽ മധ്യവയസ്കനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. അകമല റെയിൽവേ മേൽപ്പാലത്തിന് താഴെ ട്രാക്കിൽ ഞായറാഴ്ച രാത്രിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വടക്കാഞ്ചേരി പോലീസ് സംഭവസ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി ഷൊർണൂർ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ നബിദിന റാലി സംഘടിപ്പിച്ചു. മദ്രസ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ റാലിയിൽ പങ്കെടുത്തു. ദഫ് സംഘങ്ങളുടെ കലാപ്രകടനം റാലിക്ക് മനോഹാരിതയേകി. ഷൊർണൂർ ജുമാ മസ്ജിദ് പരിസരത്തു നിന്നും ആരംഭിച്ച് പൊതുവാൾ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, റെയിൽവേ സ്റ്റേഷൻ വഴി റാലി ഷൊർണൂർ മദ്രസയിൽ സമാപിച്ചു. ഷൊർണൂർ മഹൽ പ്രസിഡന്റ് KM ജലീൽ, ജനറൽ സെക്രട്ടറി ഫൈസൽ ആലഞ്ചേരി, വിദ്യാഭ്യാസ കൺവീനർ റഫീഖ്, പ്രോഗ്രാം കൺവീനർ മജീദ് ഷൊർണൂർ, മഹൽ ഇമാം ഉമറുൽ ഫാറൂഖ് ബാഗവി, മറ്റ് മഹൽ ഭാരവാഹികളും ഉസ്താദുമാരും റാലിക്ക് നേതൃത്വം നൽകി. തുടർന്ന് മൗലിദ് പാരായണവും മധുര വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. മണ്ണൂരിൽ വിവിധ പള്ളികളുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടുകൂടി നബിദിനം ആഘോഷിച്ചു. നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികളുടെ കലാപരിപാടികളോടുകൂടിയ മഹാനബിദിന ഘോഷയാത്രയും നടന്നു. മണ്ണൂർ, കൊട്ടക്കുന്ന്, പടിപ്പുരക്കാട് എന്നീ പള്ളി മദ്രസ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ആഘോഷം. രാവിലെ വിവിധ പള്ളികളിൽ നിന്നെത്തിയ ഘോഷയാത്ര കൊട്ടക്കുന്ന് പള്ളിയിലെത്തിയ ശേഷം മഹാനബിദിന ഘോഷയാത്രയായി മണ്ണൂരിലെത്തി. ആശീർവദിക്കുക, അനുമോദിക്കുക. ദഫ്മുട്ട്, ഫ്ലവർ ഷോ എന്നിവയും ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, മഹൽ ഭാരവാഹികൾ, നിവാസികളും അണിനിരന്നു. രാവിലെ മൗലിദ്, ഉച്ചയ്ക്ക് അന്നദാനം എന്നിവയുണ്ടായി. വൈകുന്നേരം മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടക്കും. കൊട്ടക്കുന്ന് ജാമിയൽ ഉലൂം മദ്രസയുടെ നേതൃത്വത്തിൽ നടന്ന നബിദിന റാലിക്ക് സെയ്ദലവി അൻവരിയും മഹൽ ഭാരവാഹികളും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. പട്ടാമ്പി മേഖലയിലെ വിവിധ മദ്രസകളിലും പള്ളികളിലും വിപുലമായ പരിപാടികളോടുകൂടി നബിദിനം ആഘോഷിച്ചു. നബിദിന ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾ അണിനിരന്ന റാലികളും കലാപരിപാടികളും മൗലീദ് പാരായണവും നടന്നു. പട്ടാമ്പി കൊടലൂർ ഇർഷാദുൽ അത്ഫാൽ ഹയർ സെക്കൻഡറി മദ്രസയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടുകൂടിയാണ് നബിദിനം ആഘോഷിച്ചത്.
മദ്രസ ഭാരവാഹികളായ പി മുഹമ്മദ് കുട്ടി ഹാജി, ഉമ്മർ പതിയിൽ, മുസ്തഫ കല്ലേക്കാട്ടിൽ, സൈദലവി വടക്കേതിൽ, മുഹമ്മദ് അലി മുസ്ലിയാർ, അബ്ദുറഹ്മാൻ ഫൈസി, ഹമീദ് അൻവരി, അനസ് വാഫി, യൂസഫ് അലി വാഫി തുടങ്ങിയവർ നബിദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. പട്ടാമ്പി ഞാങ്ങാട്ടിരി ബദ്രിയ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ നബിദിന ഘോഷയാത്രയും സംഘടിപ്പിച്ചു. ഞാങ്ങാട്ടിരി ടൗൺ പ്രദേശത്തൂടെ സഞ്ചരിച്ചാണ് ഘോഷയാത്രയ്ക്ക് സമാപനമായത്. ഘോഷയാത്രയിൽ നിരവധി ആളുകളാണ് പങ്കുചേർന്നത്. നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി മൗലിദ് പാരായണവും കുട്ടികളുടെ കലാപരിപാടികളും അന്നദാനവും നടന്നു. നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി പട്ടാമ്പി ഞാങ്ങാട്ടിരി ബദ്രിയ ജുമാ മസ്ജിദിൽ നബിദിന മൗലൂദും ദുആ മജ്ലിസും നടന്നു. പരിപാടിക്ക് മഹൽ ഖത്തീബ് മുഹമ്മദ് നൌഫൽ ഫൈസി ആലൂർ, മുസ്തഫ ദാരിമി രായമംഗലം, അബൂബക്കർ മുസ്ലിയാർ, മുഹമ്മദ് അലി മുസ്ലിയാർ, സദകത്തുള്ള ഖാസിമി, ഷംസു മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകി. മഹൽ വിശ്വാസികളും പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് ചീരിണി വിതരണവും അന്നദാനവും നടന്നു. സമാധാനത്തിന്റെ ദൂതനായി കടന്നുവന്ന മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താനുള്ള പ്രതിജ്ഞയെടുത്താണ് വിശ്വാസികൾ നബിദിനം ആഘോഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തിരുവോണ നാളിൽ പൂപ്പറിക്കാനായി ഇറങ്ങിയ വയോധികയ്ക്ക് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. വടക്കാഞ്ചേരി പാർലിക്കാട് സാരഥി വീട്ടിൽ 74 വയസ്സുള്ള ലക്ഷ്മിക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. തെരുവുനായയുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ ലക്ഷ്മിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ പൂപറിക്കാൻ ഇറങ്ങിയ സമയത്തായിരുന്നു നായ്ക്കളുടെ കടിയേറ്റത്. അപ്രതീക്ഷിതമായി ഓടിയെത്തിയ നായ്ക്കൾ വയോധികയെ ആക്രമിക്കുകയായിരുന്നു. മുൻപും പ്രദേശത്ത് സമാന സംഭവങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. മേഖലയിൽ നായ്ക്കളുടെ ശല്യം രൂക്ഷമായതിനാൽ ജനരോക്ഷവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തി പൈങ്കുളം റോഡ് നുസ്രത്തുൽ ഇസ്ലാം മദ്രസ മസ്ജിദിൽ വിപുലമായ പരിപാടികളോടുകൂടി നബിദിനം ആഘോഷിച്ചു. മസ്ജിദിൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. പൈങ്കുളം റോഡ് 1-ാം മൈൽ നുസ്രത്തുൽ ഇസ്ലാം മദ്രസ മസ്ജിദിൽ നടന്ന നബിദിനാഘോഷത്തിന് പള്ളി ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാദർ ഹാജി പതാക ഉയർത്തി. വൈസ് പ്രസിഡന്റ് ഹംസ ഹാജി പുറക്കോട്ടിൽ അധ്യക്ഷനായി. പള്ളി ഖത്തീബ് അബ്ദുറഹ്മാൻ അസ്ഹരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പള്ളി ഉസ്താദ് ഹക്കീം സഖാഫി നബിദിന സന്ദേശം നൽകി. സംഭവങ്ങളെല്ലാം നമുക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് വയനാട് നടന്ന ദുരന്തം നാം ഏവരെയും എപ്പോഴും വളരെ ദുഃഖത്തോടെ വേദനയോടെ സ്മരിക്കുകയാണ്. അവിടെ ജീവൻ നഷ്ടപ്പെട്ട, എല്ലാം നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അവർക്ക് എല്ലാ സഹനവും ശക്തിയും. പള്ളി മുക്രി അഷ്റഫ് ലത്തീഫി, ട്രഷറർ അബൂബക്കർ സിദ്ദിഖ്, മറ്റു കമ്മിറ്റി ഭാരവാഹികളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. കുട്ടികളുടെ നേതൃത്വത്തിൽ ദഫ് പാട്ടുകളുടെയും നിരവധി വാഹനങ്ങളുടെയും അകമ്പടിയോടുകൂടിയുള്ള ജാഥ പള്ളിയിൽ നിന്നും തുടങ്ങി പൈങ്കുളം സ്കൂൾ പരിസരത്തെത്തി സമാപിച്ചു. തുടർന്ന് മധുരപലഹാര വിതരണവും നടന്നു. നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അന്തിയുറങ്ങാനൊരിടമില്ലാതെ പ്രതിസന്ധിയിലായിരുന്ന മണ്ണൂർ സ്വദേശിനിയായ വയോധികയ്ക്ക് വീടൊരുക്കി നൽകി CPI പ്രവർത്തകർ. മണ്ണൂർ തീപ്പാറ്റുകുഴി സ്വദേശിനി 65 വയസ്സുള്ള അമ്മിണിക്കാണ് മണ്ണൂരിലെ CPI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീടൊരുക്കി നൽകിയത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു വാക്ക് കൊടുത്തു അവരോട്, നിങ്ങൾക്ക് എന്തായാലും കെട്ടിത്തരാം, നിങ്ങൾക്ക് അന്തി ഉറങ്ങാനുള്ള ഒരിടം ഉണ്ടാക്കി തരാമെന്ന് പറയുകയും അതിന് നമ്മുടെ പാർട്ടിയുടെ ആളുകളെ തയ്യാറാക്കുകയും ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾക്ക് വലിയ സഹായങ്ങൾ ചെയ്യുന്ന കുവൈറ്റിലെ ഒരു പ്രവാസിയുണ്ട്, അദ്ദേഹം പേര് പറയരുത് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു സഹായം കൂടി നമുക്ക് ഇതിലേക്ക് കിട്ടുന്നുണ്ടായി. അതുകൊണ്ട് പരമാവധി നമുക്കത് ഇവരെ ഒരുവിധം വൃത്തിയായിക്കൊണ്ട് തന്നെ അന്തിയുറങ്ങാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. 5 വർഷം മുൻപാണ് ഇവരുടെ ഭർത്താവ് തമിഴ്നാട് സ്വദേശിയായ രാമസ്വാമി മരണപ്പെട്ടത്. ഇതോടെയാണ് അമ്മിണി തലചായ്ക്കാനായി പല വീടുകളെയും ആശ്രയിച്ചിരുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അവരെനിക്കൊരു പേര കെട്ടിത്തന്നത് ഞാൻ നന്നായി പറഞ്ഞ് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് നടക്കാൻ കിടക്കാൻ അടുവില്ലാണ്ട് ഞാൻ
ചീര അഴിഞ്ഞിട്ട് നടന്നതാണ്. എനിക്കിപ്പോൾ ഒരു ഭാഗത്ത് തലചാച്ച ഒരാളും ഭയക്കണ്ട എനിക്ക് അവരെ ഇതായി മതി. എനിക്ക് നിങ്ങളുടെ ഒരാളുടെ സഹായം എനിക്ക് എന്ത് വന്നാലും എനിക്ക് ഉണ്ടാവില്ല. കറണ്ടുകാരും കൂടി 10 പൈസ കെട്ടണ്ട പറഞ്ഞു. കഴിഞ്ഞ ദിവസം പത്തിരിപ്പാല KCBയുടെ നേതൃത്വത്തിൽ സൗജന്യമായി വൈദ്യുതിയും നൽകിയിരുന്നു. CPI പ്രവർത്തകരായ P. ബാബു, VK കാളിദാസൻ, KG സുരേഷ്, രാമദാസ്, മണികണ്ഠൻ, CP രാമകൃഷ്ണൻ, VV ജയേഷ് എന്നിവരാണ് വീടിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകിയത്. വീടിന്റെ താക്കോൽദാന ചടങ്ങിൽ ബ്രാഞ്ച് സെക്രട്ടറി K. പിഞ്ചു അധ്യക്ഷനായി. C. അബ്ദുറഹ്മാൻ, AK ഗോപാലൻ, MM പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കടമ്പൂർ പനയൂർക്കാവ് ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 12ാം വർഷവും മധുരമൂറുന്ന തിരുവോണ പാലടയൊരുക്കി. പാലട പ്രഥമന്റെ വിതരണോദ്ഘാടനം ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ V. ജയപ്രകാശ് നിർവഹിച്ചു. ഉത്സവാഘോഷ കമ്മിറ്റി അംഗങ്ങളായ P. മോഹൻകുമാർ, VK ഉണ്ണികൃഷ്ണൻ, M. രവികുമാർ, KP സ്വാമിനാഥൻ, P. മോഹൻദാസ്, ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ PP ഹരിദാസൻ മാസ്റ്റർ, ട്രസ്റ്റി ബോർഡ് മെമ്പർമാരായ P. സുനിൽകുമാർ, CP രാജകുമാർ, ജീവനക്കാർ എന്നിവർ പായസം ഒരുക്കുന്നതിന് നേതൃത്വം നൽകി. 2012 മുതലാണ് ഉത്സവാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലട പ്രഥമൻ ഒരുക്കാൻ തുടങ്ങിയത്. സമീപത്തെ 15ഓളം പാൽ സൊസൈറ്റികളിൽ ക്ഷീരകർഷകർ ഉത്രാടം ദിനം ഉച്ചയ്ക്കു ശേഷം എത്തിച്ചു നൽകുന്ന 1050ലധികം ലിറ്റർ പാൽ ശേഖരിച്ചാണ് ഇവിടെ പാലട പ്രഥമൻ ഒരുക്കിയത്. പാലടകൾ പലതുണ്ടെങ്കിലും പനയൂർക്കാവിലെ വർഷത്തിലൊരിക്കൽ തിരുവോണത്തിനൊരുക്കുന്ന പാലടയുടെ മാധുര്യം ഒന്ന് വേറെ തന്നെയാണെന്നാണ് വർഷം തോറും പാലട വാങ്ങുന്നവരുടെ ഏക അഭിപ്രായം. നമ്മുടെ കടമ്പൂരിൻ്റെ പേര്, നമ്മുടെ ഭഗവതിയുടെ പനയൂർക്കാവിൻ്റെ പേര് നമ്മുടെ ഈ നാട് കടന്ന് എല്ലാ സ്ഥലത്തും എത്തിക്കുന്ന ഒരു പ്രധാന ഘടകമായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ഈ പാലട പായസം. 13 വർഷമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയൊരു അധ്വാനമാണ് അതിൻ്റെ പിന്നിലുള്ളത്. നമ്മൾ നാട്ടിൽ നിന്ന് പാലൊക്കെ ശേഖരിച്ചുകൊണ്ട് പാലട നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ടാവും, എങ്കിലും നമ്മളിതൊരു പ്രസാദം എന്നത് കൂടി കണക്കിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു വലിയ സംരംഭത്തിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. ഓണവിപണിയിൽ 250 രൂപ വില വരുന്ന പാലട പ്രഥമൻ ഇവിടെ 190 രൂപയ്ക്കാണ് നൽകുന്നത്. ഇത്തവണ ഉത്രാട ദിനം രാവിലെ തന്നെ മുൻകൂർ ബുക്കിംഗ് അവസാനിപ്പിക്കേണ്ടിയും വന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ദേശമംഗലം ഒലിച്ചി ചെക്ക് ഡാമിൽ നവീനമായ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന ആവശ്യവുമായി പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ. ദേശമംഗലം പ്രദേശത്ത് നാട്ടുരാജാക്കന്മാരുടെ കാലത്ത് കൃഷിക്ക് വെള്ളം കണ്ടെത്തുന്നതിനായാണ് ചെക്ക് ഡാം നിർമ്മിച്ചത്. പിന്നീട് ദേശമംഗലത്തെ കൃഷി കുറവായതോടെയും മഴക്കാലത്തു മാത്രം ഡാം നിറയുന്ന സാഹചര്യം വന്നതോടെയുമാണ് ഡാമിന്റെ ഉപയോഗം കുറഞ്ഞത്. ദേശമംഗലത്തെ ഒലിച്ചി ഡാം പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും നീന്തൽ പരിശീലനത്തിനായി ഉപയോഗിക്കാൻ സാധിക്കുന്ന വിധത്തിൽ നവീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കളായ VS ലക്ഷ്മണനും മുസ്തഫ തലശ്ശേരിയും ആവശ്യപ്പെട്ടു. ഈ ഡാമിനെ നവീകരിച്ചുകൊണ്ട് ഒലിച്ചി പ്രദേശം മാത്രമല്ല ദേശമംഗലത്തെ മുഴുവൻ ചെറുപ്പക്കാർക്കും ഒരു നീന്തൽ കുളം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഒരുത്തുന്ന ഒരു ഡാമാണ് ഒലിച്ചി ഡാം. അപ്പോൾ ദേശമംഗലം പഞ്ചായത്തിന് നീന്തൽക്കുളമില്ല, സമീപ പഞ്ചായത്തിലുമില്ല. ഈ പ്രദേശത്തെ മുഴുവൻ ആയിരക്കണക്കിന് വരുന്ന ചെറുപ്പക്കാർക്ക് ഒരു നീന്തൽ പരിശീലന ക്ലാസ് കൊടുക്കാൻ സൗകര്യമാവുന്ന ഒരു ഡാമാക്കി മാറ്റുന്ന ഒരു സംവിധാനം പഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ട് അതിനാവശ്യമായ ഫണ്ട് അതിലേക്ക് വകവെച്ച് അത് നിർമ്മാണം നടത്തണമെന്നാണ് UDFന്റെ ദേശമംഗലത്തിന്റെ ആവശ്യം. കോട്ടായം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടായിലെ ഇതര മതസ്ഥരായ കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ ഓണസദ്യ എത്തിച്ചു നൽകി. തിരുവോണ ദിവസം കോട്ടായം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് ഓണസദ്യ കിറ്റ് വിതരണം ചെയ്തത്. സമഭാവനയുടെ ഉത്സവമായ ഓണത്തിന് ജാതിമത ഭേദമില്ലാതെ എല്ലാവർക്കും ഓണസദ്യ കഴിക്കാനുള്ള അവസരമൊരുക്കുക ലക്ഷ്യമിട്ടാണ് സദ്യ കിറ്റ് വിതരണം ചെയ്തതെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മോഹൻകുമാർ പറഞ്ഞു. ഇതിലുള്ള 15 വാർഡിൽപ്പെട്ട മുസ്ലിം സഹോദരന്മാർക്ക് ഞങ്ങൾ ഈ ഓണസദ്യ കൊടുക്കുകയാണ്. ഇനിയും തുടർന്നുള്ള വർഷങ്ങളിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്നുള്ളതാണ്. കോൺഗ്രസ് എന്ന പ്രസ്ഥാനം എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇത് മലയാളികളുടെ ഓണമാണ്. എല്ലാവരും ഓണസദ്യ കഴിക്കണം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചു നമ്മുടെ ഇവിടുത്തെ എല്ലാ മുസ്ലിം സഹോദരന്മാർക്കും ഇതര സമുദായത്തിൽപ്പെട്ട എല്ലാവരും ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ സബലീകരണമാണ് ഇന്ന്. മണ്ഡലം ഭാരവാഹികളായ രമേശ്, ശശിധരൻ, സുലൈമാൻ, ഗണേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രവാചക സ്മരണയിൽ ഇന്ന് നബിദിനം. പുണ്യപ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ച് വിശ്വാസികൾ. മദ്രസകളിലും പള്ളികളിലും വിപുലമായ ആഘോഷ പരിപാടികൾ. പള്ളികളിൽ വയനാട് ദുരന്തബാധിതർക്കായി പ്രത്യേക പ്രാർത്ഥനകളും ആഘോഷത്തിന് മാറ്റുകൂട്ടി നബിദിന റാലികൾ.
പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതി പിടിയിൽ. തൃശൂർ പറവട്ടാനി സ്വദേശി 38-കാരൻ വിനീതിനെയാണ് മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 14-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. വിദേശത്ത് തൊഴിൽ വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ്. പാലക്കാട് വടക്കഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ SLLP എന്ന സ്ഥാപനത്തിനെതിരെ പരാതിയുമായി തട്ടിപ്പിനിരയായവർ രംഗത്ത്. പരാതി നൽകിയിട്ടും പോലീസ് പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് പരാതിക്കാർ. തൃശൂർ അതിരപ്പിള്ളിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. അതിരപ്പിള്ളി കുളിരാന്തോട് പ്ലാന്റേഷൻ മേഖലയിൽ കാട്ടാന കാർ ആക്രമിച്ചു. കാറിന്റെ മുൻഭാഗം കാട്ടാന പൂർണ്ണമായും തകർത്തു. വടക്കാഞ്ചേരി പാർലിക്കാട് തെരുവുനായ ആക്രമണത്തിൽ വയോധികയ്ക്ക് പരിക്കേറ്റത് പാർലിക്കാട് വീട്ടിൽ 74 വയസ്സുള്ള ലക്ഷ്മിക്ക്. തൃശൂർ വടക്കാഞ്ചേരി അകമലയിൽ മധ്യവയസ്കനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹം കണ്ടെത്തിയത് അകമല റെയിൽവേ മേൽപ്പാലത്തിന് സമീപം. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.